ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയും കുടുംബവും. ശാസ്തമംഗലത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് പതിവ് പോലെ ഇക്കുറിയും സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. സുരേഷ് ഗോപി സജീവമായി പൊങ്കാല ചടങ്ങുകളിൽ ഭാര്യയോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ പൊങ്കാല സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇത്തവണ എല്ലാ അടുപ്പുകളിലും ആറ്റുകാൽ പൊങ്കാല നടത്തേണ്ടതെന്നും ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് അർപ്പിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സമൂഹത്തിൽ നടമാടുന്ന തെറ്റായ പ്രവണതകൾ ഒരു കുടുംബത്തിന് പോലും, കുടുംബത്തിലെ അമ്മമാർക്ക് പോലും സുരക്ഷയില്ലാത്ത സാഹചര്യം. സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണമെന്ന് വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിലെ സ്ത്രീയുടെ സുരക്ഷയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അടുത്ത കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ ഏറ്റവും വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. ഒരു നാടിനും ഒരു രാജ്യത്തിനും മുതൽക്കൂട്ടാകേണ്ട യുവതലമുറ തെറ്റായ വഴിയിലേക്ക് വഴുതി വീഴുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദികളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെയും ഒരു നാടിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടെ ആകണം ഇക്കുറി ഓരോ അടുപ്പുകളിലും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കേണ്ടത്. കണ്ണകിയുടെ കാൽപാദത്തിൽ അത്തരമൊരു പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടാണ് താനടക്കമുള്ള ആളുകൾ ഇത്തവണ പൊങ്കാല അർപ്പിക്കുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സാധാരണയായി എല്ലാ വർഷവും സുരേഷ് ഗോപി പൊങ്കാല ചടങ്ങുകൾ സജീവമായി പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ട് തന്നെ പൊങ്കാല അർപ്പിക്കുന്ന ഇടങ്ങളിലൊന്നും പോകാൻ കഴിഞ്ഞില്ല. വീട്ടിലെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ച ശേഷം പേരൂർക്കടക്കമുള്ള തലസ്ഥാന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പൊങ്കാല ചടങ്ങുകൾ നേരിട്ട് വീക്ഷിക്കുന്നതിനും പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തരെ കാണുന്നതിനുമായി സുരേഷ് ഗോപി തിരിച്ചിരിക്കുന്നു. നിരവധി സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളുമാണ്, നിരവധി VIP-കളും VVIP-കളുമാണ് ഇക്കുറിയും പൊങ്കാല അർപ്പിക്കാനായി ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലെത്തിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായിരുന്നു നടിയും ജയറാമിൻ്റെ ഭാര്യയുമായ പാർവതിയുടെ സാന്നിധ്യം. കഴിഞ്ഞ തവണ പൊങ്കാല അർപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കുറവ് കൂടി പരിഹരിച്ചുകൊണ്ടാണ് ഇക്കുറി പൊങ്കാല അർപ്പിക്കുന്നതെന്ന് പാർവതി മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ തവണ ചക്കിയുടെ കല്യാണ തിരക്കായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ തവണ പൊങ്കാല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ മരുമകൾ തരുണിയോടൊപ്പമാണ്, കാളിദാസിൻ്റെ ഭാര്യ തരുണിയോടൊപ്പമാണ് ജയറാമിൻ്റെ ഭാര്യയും നടിയുമായിരുന്ന പാർവതി ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കാനെത്തിയത്. ഒപ്പം സീരിയൽ നടി ചിപ്പി, അതുപോലെ തന്നെ സീമാജി വാര്യർ, അങ്ങനെ നിരവധി സീരിയൽ സിനിമ മേഖലയിലുള്ള ആളുകൾ ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ ഇക്കുറി പൊങ്കാല അർപ്പിക്കാനെത്തി. ഭക്തലക്ഷങ്ങളാണ് ഇക്കുറി പൊങ്കാല അർപ്പിക്കാനായി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത്. ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാന നഗരത്തിൻ്റെ 12 മുതൽ 14 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്നലെ രാത്രി മുതൽ പലരും തലസ്ഥാന നഗരത്തിൽ തമ്പാനൂർ, കിഴക്കേക്കോട്ട അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ അവർ ഇടം പിടിച്ചിരുന്നു. അവർ അടുപ്പുകൾ കൂട്ടിയിരുന്നു. പിന്നാലെ ഇന്ന് രാവിലെയോട് പുലർച്ചയോടുകൂടി ഭക്തലക്ഷങ്ങളാണ് അനന്തപുരിയുടെ വിരിമാറിലേക്ക്, അനന്തപുരിയുടെ മണ്ണിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തിയത്. 10:15 പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് മേൽശാന്തി പകർന്നു നൽകിയ ദീപം, അത് ക്ഷേത്ര കീഴ്ശാന്തി വലിയ തിടപ്പള്ളിയിലും ചെറിയ തിടപ്പള്ളിയിലും പിന്നീട് ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന പണ്ടാര അടുപ്പിലേക്കും പകർന്നതോടുകൂടി ഭക്തലക്ഷങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് അമ്മേ നാരായണ, ദേവി നാരായണ മന്ത്രങ്ങളാണ് ഉയർന്നത്.